നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി ഇതര സംസ്ഥാന സ്വദേശിയായ യുവാവ് പോലീസ് പിടിയിൽ. അസം സ്വദേശി അനുറാൾ ഹക്കിനെയാണ് ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി ഓവർ ബ്രിഡ്ജിന് സമീപം കഞ്ചാവ് മിഠായിയുമായി രണ്ടുപേരെ ഒല്ലൂർ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ രാഹുൽ സോൻകർ, രാകേഷ് സോൻകർ എന്നിവരാണ് പിടിയിലായത്. മാള കല്ലൂരിൽ MDMAയുമായി 3 പേരെ പോലീസ് പിടികൂടി. വൈന്തല സ്വദേശി മനു ബേബി, കോഴിക്കോട് സ്വദേശി ഷാഹിദ് മുഹമ്മദ്, പാലക്കാട് സ്വദേശി സണ്ണി ജോസ് ജോൺ എന്നിവരാണ് പിടിയിലായത്. മാള മേലഡൂരിൽ വാഹനമിടിച്ച വയോധികൻ മരിച്ചു. മേലഡൂർ മാണിക്കത്ത് പറമ്പിൽ 79 വയസ്സുള്ള കുട്ടപ്പനാണ് മരിച്ചത്. കയ്പമംഗലം വഴിയമ്പലത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി തൂൺ ഇടിച്ച് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. 3 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ജിനീഷിനെ ഇടിച്ചു വീഴ്ത്തിയത്. മനക്കൊടി 9-ാം വാർഡിൽ അംബേദ്കർ നഗറിലെ 3 വീട്ടുകാർ വെള്ളം കയറിയതിനെ തുടർന്ന് വീടൊഴിഞ്ഞ ബന്ധുവീടുകളിലേക്ക് മാറി. പേരാത്ത് ദശാന്തി ശിവരാമൻ, ഓമന ഗണേശൻ, വീരേപ്പറമ്പിൽ രാജൻ എന്നിവരുടെ കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലേക്ക് മാറിയത്. കണ്ണാറ മാറായ്ക്കലിൽ വൈദ്യുതി കണിവെച്ച് കാട്ടുപന്നിയെ പിടികൂടി വിൽപ്പന നടത്തിയ സംഭവത്തിൽ സഹോദരന്മാരെ മാന്നാമംഗലം ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണാറ മാറായ്ക്കൽ സ്വദേശികളായ ഇളംകുളം ബേബി, സഹോദരൻ മോനായി എന്ന കുര്യാക്കോസ് എന്നിവരാണ് അറസ്റ്റിലായത്. CPI പ്രവർത്തക യോഗം തൃശൂരിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ജില്ലാ പ്രവർത്തക യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടിംഗ് നടത്തി. പെരിങ്ങണ്ടൂർ സ്വദേശി രാമകൃഷ്ണൻ വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനവും ഡ്രൈവറെയും മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. ഒറ്റപ്പാലം വരോട് സ്വദേശി മുഹമ്മദ് ഇക്ബാലാണ് അറസ്റ്റിലായത്. കടങ്ങോട് മനപ്പടിയിൽ യുവതിയെ തോട്ടിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തി. മനപ്പടി താളത്തിൽ വീരാൻകുട്ടിയുടെ മകൾ 43 വയസ്സുള്ള സീനത്താണ് മരിച്ചത്. മാനസിക അസ്വാസ്ഥ്യമുള്ള സീനത്ത് അപസ്മാര രോഗിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ 74ലെ ബോണസ് സമരത്തിന്റെ 50-ാം വാർഷികാഘോഷവും സമര പോരാളികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. CGPA ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ താരിഫില വർധനവിൽ പ്രതിഷേധിച്ച് AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി P മണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം മുമ്പ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം തന്ത്രി KG ശ്രീനിവാസൻ, മേൽശാന്തി ഷിജിൻ അണക്കത്തിൽ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തൃശൂർ CMS LP സ്കൂളിൽ 1979-ലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പഠന ഉപകരണങ്ങൾ നൽകി. CMS കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഹെസേക്കിയൽ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടന്നു. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, അധ്യാപകരായ ജോളി, റെജി എന്നിവർ നേതൃത്വം നൽകി. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സായാഹ്ന ധർണ നടത്തി. SBI ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗം. റോഡിന്റെ അവസ്ഥ ഭീകരമാണെന്നും റോഡിലെ കുണ്ടും കുഴിയിലും വീണ് യാത്രക്കാർ പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിയെന്നും കൌൺസിലർ. കാട്ടൂർ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ വല്ലക്കട സ്വദേശി കൊരട്ടിപ്പറമ്പിൽ വീട്ടിൽ സഹലിനെയാണ് തൃശൂർ DIG അജിത ബീഗം കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം LDFൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രകാശ് ബാബുവിനെ തഴഞ്ഞിട്ടില്ലെന്നും അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും ബിനോയ് വിശ്വം. അനിശ്ചിതത്വത്തിനൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. കോർപ്പറേഷനിൽ ഭരണ പ്രതിസന്ധി ആരോപിച്ച് കറുത്ത ഗൌൺ ധരിച്ചെത്തി കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധിച്ചു. യോഗത്തിൽ മേയർക്കെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി.
കേരള സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് കലാമ്യൂസിയം ഉടൻ ആരംഭിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു കലാകാരനും ഇനി വഴിയാധാരമാകില്ലെന്നും അത്തരക്കാരെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്നും മന്ത്രി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. കാർഷിക മേഖലയായ ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളത്തിലായി. വാഴാനി ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്താത്തതിനാൽ നിലവിൽ ഡാം തുറക്കേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. 62.48 മീറ്ററാണ് സംഭരണശേഷി. നിലവിൽ 59.38 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. കുളവെട്ടി മരങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് എളവള്ളി പഞ്ചായത്തിലെ കണിയാൻതുരുത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളെത്തി. സസ്യശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ PV ആന്റോയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെത്തിയത്. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ വൃക്ക ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടത്തി. ബോധവൽക്കരണ ക്ലാസ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കോലടി ഡോക്ടർ പടി മുതൽ അത്തേക്കാട് പോകുന്ന റോഡിൽ വഴിവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോലടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനകീയ കലാസാഹിത്യവേദിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ശേഖരൻ അത്താണിക്കലിന്റെ 2ാം അനുസ്മരണം വേലു ബോധി ആസ്ഥാനത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വാൽമീകിയെ ആദ്യ ദളിത് പീഡകനായും എഴുത്തച്ഛനെ സവർണ ഫാസിസ്റ്റായും മാധ്യമം ദിനപത്രത്തിലെ കോളമിസ്റ്റ് ചിത്രീകരിച്ചു എന്നാരോപിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ രംഗത്ത്. ഇതിനെതിരെ BJP നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഗോപാലകൃഷ്ണൻ. കണ്ടശാങ്കടവ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സഹായം വിതരണം ചെയ്തു. ഭദ്രം സുരക്ഷാ പദ്ധതി ലഭിച്ച ആനുകൂല്യമായ 11 ലക്ഷം രൂപ പരേതനായ KA ആന്റുവിന്റെ കുടുംബത്തിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ കൈമാറി. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്ന മുറയ്ക്ക് ആ സ്ഥലം ബൊട്ടാണിക്കൽ ഗാർഡനായി നിലനിർത്തണമെന്ന് തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഗവേണിംഗ് കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന അപൂർവ സസ്യങ്ങളുടെ സംരക്ഷണവും ശാസ്ത്രീയ രീതിയിലുള്ള പഠനങ്ങൾക്കും ഇത് ഉപകരിക്കുമെന്നും യോഗം. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.